നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൈദരാബാദിലെ രാംനഗറിലുള്ള മുഷീറാബാദിനോട് ചേർന്നുള്ള സ്ഥലമായ രാംനഗറിലുള്ള ഫിഷ് മാർക്കറ്റാണ്. വളരെ വലിയ ഒരു മത്സ്യ വിപണന കേന്ദ്രമാണിത്. തെലങ്കാനയിലെ പല വലിയ വിപണന കേന്ദ്രങ്ങളിലൊന്നും ഹൈദരാബാദിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റുമാണ് രാംനഗറിലെ ഫിഷ് മാർക്കറ്റ്. വിവിധ ഇനത്തിലുള്ള മത്സ്യങ്ങൾ റീസണബിൾ വിലയിൽ ഇവിടെ ലഭ്യമാണ്. ഞങ്ങളിതിൻ്റെ എൻട്രൻസിൽ എത്തിയതേ ഉള്ളൂ. ഇവിടെയും പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് വാഹനങ്ങൾ കൊണ്ടു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൂര സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. റോഡ് മുഴുവൻ ഐസ് വെള്ളം വീണ് വളരെ വൃത്തിഹീനമായ പരിസരമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും ധാരാളം ആൾക്കാർ ഇവിടെ മത്സ്യം വാങ്ങുവാനായിട്ട് എത്തുന്നു. പച്ചമീനിൻ്റെ മത്സ്യ വിപണന കേന്ദ്രമാണിത്. എങ്കിലും അവിടെ ഉണക്കമീനും വിൽക്കുവാനായിട്ട് വച്ചിട്ടുണ്ട്. ഇത് റോഡാണ്. റോഡിലും അകത്തേക്ക് കയറിയാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും സമീപത്തുള്ള റോഡുകളിലെല്ലാം ഷോപ്പുകൾ തുറന്നിരിക്കുന്നുണ്ട്. വിവിധ ഇനം സമുദ്ര മത്സ്യങ്ങളെയും അതുപോലെ കൃഷി ചെയ്തുണ്ടാക്കുന്ന മത്സ്യങ്ങളെയും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത് ക്രാബാണ്. ക്രാബിനെ അവർ വിൽക്കുന്ന സ്ത്രീ തന്നെ നന്നാക്കി കൊടുക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പേരറിയുന്നതും അറിയാത്തതുമായ ധാരാളം മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാം. വളരെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. സൺഡേയാണ് ഏറ്റവും തിരക്ക്. ഏകദേശം 50 ടൺ മത്സ്യം ഇവിടെ വിപണനം ചെയ്യുന്നു ഞായറാഴ്ചകളിൽ എന്നാണ് ഇവിടുത്തെ കണക്ക്. അല്ലാത്ത ദിവസം 40 ടണ്ണും ഞായറാഴ്ചകളിൽ 50 ടൺ വരെയും മത്സ്യം ഇവിടെ വിപണനം ചെയ്യുന്നു. അതിരാവിലെയാണ് ഏറ്റവും തിരക്ക്. ഇതിപ്പോൾ അതിരാവിലെ അല്ല, ഞങ്ങളൊരു 10 മണിയായതിനു ശേഷമാണ്. സൺഡേ ആണെങ്കിലും 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. അതുകൊണ്ട് അല്പം തിരക്ക് കുറവുണ്ട്. വിവിധ തരത്തിലുള്ള മത്സ്യത്തെ നമുക്കിവിടെ കാണാം. കരിമീൻ വിൽക്കുന്ന സ്റ്റാളുകളുണ്ട്. ചെമ്പല്ലിയെ കാണാം, അതുപോലെ പൂമീൻ, ബംഗാൾ കാർപ്പ്, സ്രാവ്, ഷാർക്ക്, അതുപോലെ ആവോലി, ട്യൂണ. ട്യൂണ അറിയാവുന്നതാണ്, നാട്ടിൽ സുലഭമായിട്ടുള്ളതാണ് ട്യൂണ. അതുപോലെ പലതരത്തിലുള്ള ചെമ്മീനുകൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് ഉള്ളതാകാൻ സാധ്യതയില്ലാത്ത പല മത്സ്യങ്ങളെയും നമുക്കിവിടെ കാണാവുന്നതാണ്. റോഡിന് രണ്ട് സൈഡിലുമാണ് കടകളെങ്കിലും അവർ റോഡിലേക്ക് ഇറങ്ങി അവരുടെ ഉൽപ്പന്നങ്ങൾ ബോക്സുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അതുപോലെ പോളിത്തീൻ കവർ വിരിച്ചിട്ട് അതിന് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കടക്കാരെയും നമുക്കിവിടെ കാണാവുന്നതാണ്. അഡ്വാൻസ്ഡ് വെയിങ് മെഷീനൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു കടക്കാരൻ ഇരിക്കുന്നത്. ഇവിടെ വരുന്നവർ മിക്കവരും വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള പോളിത്തീൻ കവർ കൊണ്ടുവരും. എങ്കിലും ഇവിടെ കറുത്തത് മാത്രമേ ഇവർ വിൽക്കുന്നുള്ളൂ. ചില ഷോപ്പുകളിൽ നമുക്ക് കറുത്ത പോളിത്തീൻ ബാഗ് വിൽക്കുന്നതും കാണാം. അതിന് 2 രൂപയാണ് ചെറിയ കവറിന്, 5 രൂപ വലിയ കവറിന്. അങ്ങനെ അതും ഇവിടെ വിപണനം ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഷവൽ കൊണ്ടാണ് മീൻ വലിച്ചിടുന്നത്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന മത്സ്യങ്ങളിലും പലപ്പോഴും കണ്ടിട്ടുണ്ട് മുറിവ് പറ്റിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഷവൽ കൊണ്ട് അവർ കോരിയിടുമ്പോഴും തൂത്ത് വാരി കൂട്ടുമ്പോഴും എല്ലാം
പറ്റുന്നതാണ് ഈ മുറിവ്. ഇതാ നോക്കൂ, ഇവിടെ ജീവനുള്ള ക്രാബാണ്. ക്രാബിനെ കാണിച്ചു തരുന്നു. എൻ്റെ ക്യാമറയ്ക്കായിട്ട് ക്രാബിനെ കൊണ്ട് പോസ് ചെയ്യിച്ചിരിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ കവറിന് മുകളിൽ മത്സ്യങ്ങളെ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതും ജീവനുള്ള ക്രാബാണ്. അവരതിൽ നിന്ന് എടുത്ത് ഓരോന്നിനെ എടുത്ത് കാണിച്ച് വില പറഞ്ഞ് ആൾക്കാരെ ആകർഷിക്കുകയാണ്. സെലക്ഷനുമുണ്ട്, ക്രാബിന് സെലക്ഷനുമുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ക്രാബിനെ അവരെടുത്ത് തരും. ഇതെല്ലാം ക്രാബാണ് ഈ ഏരിയയിലുള്ളത്. പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. വലുതും ചെറുതുമായ വളരെ 2-3 കിലോ തൂക്കമുള്ള മത്സ്യങ്ങൾ വരെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ മത്സ്യങ്ങൾ കൊണ്ടുവരുന്നത് കടപ്പ, കരീംനഗർ, അനന്തപൂർ, കർണൂൽ, അതുപോലെ ഗോദാവരി ജില്ലയിൽ നിന്നും, പിന്നെ നിസാമാബാദ്, മഹബൂബ് നഗർ, ഖമ്മം മുതലായ ജില്ലകളിൽ നിന്നുമാണ് ഇവിടെ മത്സ്യങ്ങളെ കൊണ്ടുവരുന്നത്. നല്ല റീസണബിൾ ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ വിലപേശി വാങ്ങിക്കാവുന്നതാണ്. ഇത്രയും വലിയ മാർക്കറ്റ് ആയത് കാരണം നമുക്കിവിടെ വിവിധ തരത്തിലുള്ള സമുദ്ര ജീവികളെ കിട്ടുമെന്നത് മാത്രമല്ല, ഭക്ഷ്യയോഗ്യമായ മത്സ്യത്തെ കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് പറ്റാവുന്ന വിലയിൽ കിട്ടുമെന്നത് കൂടി ഒരു അഡ്വാൻറ്റേജാണ്. ഇതെല്ലാം മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതെല്ലാം മാർക്കറ്റാണ്. ഇവിടെ മീൻ നന്നാക്കുന്ന കത്തികളും അതുപോലെ രാകുന്ന ഇരുമ്പിൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ സ്കെയിൽ, അതിൻ്റെ ചെതുമ്പൽ കളയാനുള്ള ബ്രഷും എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇവരിതുപോലെ ആണി തെറിച്ച ബ്രഷും കൊണ്ടാണ് വലിയ മീനിൻ്റെ ചെതുമ്പൽ കളയുന്നത്. അതൊരു പ്രത്യേക സാധനമാണ്. ഇവിടെ ദശ മാത്രം എടുത്ത് വെച്ചിരിക്കുന്നു. വലിയ മീനിൻ്റെ ദശ മാത്രം, സ്കിന്നും അതിൻ്റെ മുള്ളും തൊലിയും എല്ലാം കളഞ്ഞതിന് ശേഷം ഫ്ലഷ് മാത്രം എടുത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. കൂട്ടിയിട്ടിരിക്കുന്ന മീൻ കൂമ്പാരമായിട്ട് കിടക്കുന്നു. ഒരാൾ വന്ന് സ്റ്റീലിൻ്റെ പാത്രത്തിൽ, പാൽപാത്രം പോലെയുള്ള ഒരു പാത്രത്തിലാണ് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഈ കടകളുടെ എല്ലാം മുകളിൽ താമസവുമുണ്ട്. മിക്കവരും നോക്കൂ, എത്ര വലിയ മീനാണ് അവിടെ വച്ചിരിക്കുന്നത്. ഈ കടക്കാരുടെ എല്ലാം താമസ സ്ഥലം മുകളിലാണ്. താഴെ കച്ചവട കേന്ദ്രവും കടകളും, മുകളിൽ താമസവും. മറ്റെല്ലാ മത്സ്യ മാർക്കറ്റിലും ഉള്ളതുപോലെയുള്ള ദുർഗന്ധം ഇവിടെയുമുണ്ട്. പക്ഷേ അന്നന്ന് വരുന്ന മീനിൻ്റെ ആണെന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ അതിൽ നടക്കുന്നു. ഇത്ര അഴുകിയ മീനിൻ്റെ അങ്ങനെ ഒരു ദുർഗന്ധമൊന്നും ഇവിടെ ഇല്ല. അന്നന്ന് വരുന്ന മീനാണ്. അതുകൊണ്ട് വലിയ അസഹനീയമായ ദുർഗന്ധമൊന്നും ആ ഏരിയയിലില്ല. നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. എല്ലാ സൺഡേയും വന്ന് മീൻ വാങ്ങിക്കുന്നവർ മെയിനായിട്ട് വരുന്നത് സൺഡേകളിലാണ്. സൺഡേ വന്നാണ് ഇത് മീൻ കൊണ്ടുപോകുന്ന ട്രോളിയാണ്. ഇതിൻ്റെ മുകളിൽ അടുക്കി വെച്ചാണ് മീൻ അങ്ങോട്ടും അവർ അകത്തൂടെ മാർക്കറ്റിനുള്ളിലൂടെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കുന്നത്. മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊക്കെ വലിയ വലിയ ഐസ് കൊണ്ടുപോകുന്നു. ട്രോളിയിൽ ഐസ് വലിച്ചു കൊണ്ടുപോകുന്നു. ഈ
ഇരിക്കുന്ന ബോക്സുകളിലെല്ലാം മീനാണ്. ഇതെല്ലാം മീൻ നന്നാക്കാനുള്ള ഉപകരണങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഉണക്കമീനും വിൽക്കുന്ന സ്ഥലവും കാണാം. അധികമില്ലെങ്കിലും 2-3 ഉണക്കമീൻ സ്റ്റോളുകളും ഇതിനിടയിൽ നമുക്ക് കാണാവുന്നതാണ്. ആയിരത്തി 1980 മുതലാണ് രാംനഗർ ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു മത്സ്യ ഐറ്റമാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന കൊഞ്ചാണ്. പ്രോൺസ്, വെറൈറ്റിയിലുള്ള പ്രോൺസ് നമുക്കിവിടെ കാണാൻ കഴിയും. പല വെറൈറ്റിയിലുള്ള പ്രോൺസ് കാണാൻ കഴിയും. ടൈഗർ പ്രോൺസ്, ലോബ്സ്റ്റർ, ക്രാബ് തുടങ്ങിയവയും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. കൂമ്പാരമായിട്ട് കൂട്ടിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള, വിവിധ നിറങ്ങളിലുള്ള, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മത്സ്യങ്ങൾ. ഇതാ ഇവിടെ ഒരു പോണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ജീവനുള്ള മത്സ്യങ്ങൾ അതിനകത്ത് ചാടിക്കളിക്കുന്നു. എല്ലാം ജീവനുള്ള മത്സ്യങ്ങളാണ്. അതിനെ അതുപോലെ തന്നെ പിടിച്ചു കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവർ വെച്ച് വെള്ളം നിറച്ച് അതിനകത്താണ് ഈ ജീവനുള്ള മത്സ്യങ്ങളെ ഇട്ടിരിക്കുന്നത്. വലിയ ചെരുവങ്ങൾ കൊണ്ടെന്ന് വെച്ച് അതിനകത്ത് വെള്ളം നിറച്ചും ഇവർ നോക്ക് കൂമ്പാരമായിട്ട് കൂട്ടിയിരിക്കുന്ന പ്രോൺസ്. ഇതാണ് കറുത്ത കവർ വെച്ചിരിക്കുന്ന ആ കവറിലാണ് അവർ വിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ ഉൾഭാഗമാണിത്. നല്ല തിരക്കുള്ള സമയമാണ്. ഇവിടെ വരുന്നവർക്കോ അവിടെ കച്ചവടം ചെയ്യുന്നവർക്കോ മീൻ കൈകൊണ്ട് തൊടുന്നതിനോ അതിൽ നടക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല, വൈമനസ്യവുമില്ല. കാരണം മീൻകറി കൂട്ടി ആഹാരം കഴിക്കണമെങ്കിൽ, ലഞ്ച് കഴിക്കണമെങ്കിൽ ഇതിൽ നടന്നേ പറ്റുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നടക്കുന്നവർക്കും, അതായത് വാങ്ങിക്കാൻ വരുന്നവർക്കും അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഷൂസ് ഇട്ടുകൊണ്ട് വരാൻ പറ്റില്ല എന്നേ ഉള്ളൂ. കാരണം അത് കേടാകും. തന്നെയുമല്ല, ഷൂസിൽ നിന്ന് പിന്നെ ഫിഷിൻ്റെ മണമൊട്ട് പോവുകയുമില്ല. അതുകൊണ്ട് സ്ലിപ്പേഴ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. മിക്കവരും പാൻസ് എല്ലാം ചുരുട്ടി മുകളിലേക്ക് വെച്ചാണ് നടക്കുന്നത്. ഐസിലിട്ടിരിക്കുന്നു. ഇവിടെ ട്യൂണ ഐസിലിട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് ലോബ്സ്റ്ററാണ് ഇത്. ഇതിവിടെ ഒരു പ്രത്യേകമായിട്ട് വിൽക്കപ്പെടുന്ന ഒരു ഐറ്റമാണ് ലോബ്സ്റ്റർ. ചെമ്മീനാണത്. പ്രോൺസ് എന്ന് പറയും. അവിടെയും ക്രാബും ചെമ്മീൻ ധാരാളമായിട്ട് ഇവിടെ പ്രോൺസ് വരുന്നുണ്ട്. പല വെറൈറ്റിയിൽ, പല കളറിലും, പല വലിപ്പത്തിലുമുള്ള പ്രോൺസ് ഇവിടെ ധാരാളം വരുന്നുണ്ട്. KGക്ക് 200 രൂപയ്ക്കും ഒക്കെയാണ് ഇവിടെ പ്രോൺസ് വിൽക്കുന്നത്. അതുപോലെ ചാള, അയില ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. പൂമീൻ, കരിമീൻ ഇതെല്ലാം പല വിലയുടെ പ്രോൺസാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്.
സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അവരുടെ സ്റ്റോളുകളുമായിട്ടിരിക്കുന്നു. ഇത് മീൻ എടുക്കാൻ അവർ ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ ടബ്ബ് പോലുള്ളൊരു പാത്രമാണ്. ആ പാത്രത്തിലാണ് അവരെടുത്ത് തൂക്കുന്നത്. തെർമോക്കോളിൻ്റെ ബോക്സിലാണ് ഐസും അതുപോലെ മീനെയും അവർ എടുത്ത് വയ്ക്കുന്നത്. ഇതും ജീവനുള്ള ക്രാബ്സാണ്. ഞണ്ടുകൾ സിലോപ്പിയ, മീൻ വെള്ളത്തിലിട്ടിരിക്കുന്നു. കൊഞ്ച് അതിൻ്റെ പരിപ്പ് മാത്രമായിട്ട് എടുത്ത് വച്ചിരിക്കുന്നതാണത്. പ്രോൺസിൻ്റെ പരിപ്പ് മാത്രം, അതിൻ്റെ ഷെല്ല് തോട് നീക്കി എടുത്ത് വച്ചിരിക്കുന്നതാണത്. തോട് നീക്കിയ പ്രോൺസ് വാങ്ങിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ ചെന്നാൽ അധികം പണിയില്ലാതെ നമുക്ക് ഒന്ന് കഴുകി ഡയറക്റ്റ് കുക്കിംഗ് ആരംഭിക്കാവുന്നതാണ്. ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, വളരെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വളരെയധികം ആൾക്കാർ ഈ മീൻ നന്നാക്കി കൊടുക്കുവാൻ മാത്രം, ഈ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത്, ആ കൂട്ടങ്ങളെല്ലാം മീൻ നന്നാക്കി കൊടുക്കുവാനായിട്ട് ഇരിക്കുന്നവരാണ്. അവർ വലിയ മീനാണെങ്കിലും ചെറിയ മീനാണെങ്കിലും നന്നാക്കി കൊടുക്കും. പ്രോൺസിന് അവർ 20 രൂപ കിലോയ്ക്ക്, 1 കിലോ കൊഞ്ചിന് അവർ 20 രൂപയും വലിയ മീനാണെങ്കിൽ 25 രൂപയുമാണ് നന്നാക്കി കൊടുക്കാനായിട്ട് അവർ വാങ്ങിക്കുന്നത്. അവരുടെ ഫീസ് അതാണ്. 20-25 രൂപയ്ക്ക് അവർ 1 കിലോയ്ക്ക് 20-25 രൂപയ്ക്ക് അവർ ഈ മത്സ്യം നന്നാക്കി കൊടുക്കുവാനായിട്ടിരിക്കുന്നു. കച്ചവടക്കാരെ പോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ, അത് ധാരാളം ആളുകൾ, തൊഴിലാളികൾ ഈ മീൻ നന്നാക്കുന്നതിലൂടെ, മീൻ വെട്ടുക എന്നും പറയും, പല നാട്ടിലും മീൻ വെട്ടുക എന്ന് പറയും. എൻ്റെ നാട്ടിൽ മീൻ നന്നാക്കുക എന്നാണ് പറയുന്നത്. മീൻ നന്നാക്കാനായിട്ടും ധാരാളം തൊഴിലാളികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കിലോയ്ക്കാണ് അവരുടെ ചാർജ്. 1 കിലോയ്ക്ക് 20-25 രൂപയ്ക്കാണ് അവർ ഈ പണി ചെയ്യുന്നത്. വളരെ നന്നായി എല്ലാ ചെതുമ്പലും കളഞ്ഞ്, ചെകിളയും കളഞ്ഞ്, അതുപോലെ ചിറകും വാലും എല്ലാം മാറ്റി വെട്ടി നുറുക്കി പീസായിട്ട്, അതായത് കഷ്ണങ്ങളായിട്ട്, കറക്റ്റ് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അവരത് നമുക്ക് തരും. ഇവിടെ വരാലിനെ ചെരുവത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഹോളുള്ള ചെരുവമാണ്. ഹോളില്ലാത്ത ചെരുവത്തിൽ വെള്ളം ഒഴിച്ച് അവർ വയ്ക്കാറുണ്ട്. ജീവനുള്ള വരാലുകളെ ഇവിടെ ഹോളുള്ള ചെരുവത്തിൽ വെച്ചിരിക്കുന്നു. ഇതൊക്കെ കുറേയധികം ആൾക്കാർ ഇവിടെയും ഏതോ ഒരു ഇനം ജീവനുള്ള മീനുകളാണ്. നമ്മുടെ കല്ലുമുട്ടി പോലെ ഇരിക്കുന്നു ആകൃതി കണ്ടിട്ട്. ഇതുമെല്ലാം മീൻ നന്നാക്കാനിരിക്കുന്ന ആൾക്കാരാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെ മീൻ നന്നാക്കാൻ, അത് അത്ര ബുദ്ധിമുട്ടുള്ള പണി അല്ലാത്തത് കാരണം മീൻ നന്നാക്കാനായിട്ട് ചെറിയ കുട്ടികൾ വരെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ ചെരുവത്തിൽ വെള്ളമൊഴിച്ച് വരാലിന് ഇട്ടിരിക്കുന്നതാണ്. വളർത്തുന്ന, അവരുടെ കൃഷി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ജീവനുള്ള വരാലാണത്. വലിയ പാത്രങ്ങളിലെല്ലാം വരാലിനെ നിറച്ചിരിക്കുന്നു. വളരെ ജനസാന്ദ്രതയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കാണ് ഈ മാർക്കറ്റ്. കണ്ടോ, ധാരാളം വരാൽ. ഇത് വരാലിൻ്റെ ഏരിയ.
മിക്ക പാത്രത്തിലും വരാൽ. ഒരുവിധം പല പാത്രങ്ങളും കാലിയായി കഴിഞ്ഞു. ഒരു 10 മണിയായ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് മിക്കവരുടെയും പാത്രത്തിലുള്ള മത്സ്യത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചില പാത്രങ്ങൾ കാലിയായിട്ടിരിക്കുന്നു. ഏകദേശം 7 മണിക്കുള്ളിലാണ്, 5 മണി മുതൽ 7 മണി വരെയാണ് അധികം കച്ചവടം ഇവിടെ നടക്കുന്നത്. മാർക്കറ്റിനായിട്ടൊരു പ്ലാറ്റ്ഫോം നടുവിലുണ്ടെങ്കിലും ആ പ്ലാറ്റ്ഫോമിലല്ല കച്ചവടക്കാർ ഇരിക്കുന്നത്. കച്ചവടക്കാർ മുഴുവൻ റോഡിലിറങ്ങിയാണ് ഇരിക്കുന്നത്. കാരണം ആ പ്ലാറ്റ്ഫോം, മാർക്കറ്റിനായി പണിതിരിക്കുന്ന പ്ലാറ്റ്ഫോം വേറെ ആൾക്കാർ കയ്യേറിയിരിക്കുന്നു. അതാരാണെന്ന് നമുക്ക് വഴിയെ കാണാം. കണ്ടോ, പിടയ്ക്കുന്ന മീൻ. ഇവിടുത്തെ ഈ കച്ചവടക്കാരെല്ലാം വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്നവരാണ്. ഇനി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഇവിടെ എന്താണെന്ന് നോക്കാം. വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 1 ഏക്കർ സ്ഥലത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് നന്നാക്കാനിരിക്കുന്ന ആൾക്കാർ മെയിനായിട്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മീൻ നന്നാക്കാനിരിക്കുന്നവരാണ്. വലിയ മീൻ തല മുറിച്ച്, വാല് മുറിച്ച്, ചെകിളയും ചിറകുകളും മുറിച്ച് കളഞ്ഞ്, വയറിനകത്തുള്ള അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ്, മുറിച്ച് ചെറിയ പീസുകളാക്കി അവർ കൊടുക്കുന്നു. അതിനവർ വാങ്ങിക്കുന്നത് 20-25 രൂപയാണ്. വലിയ മീനിന് 25, ചെറിയ മീനിന് 20, അങ്ങനെയാണ് അവർ വാങ്ങിക്കുന്നത്. അവരുടെ ഒരു പ്രത്യേക ഷേപ്പിലുള്ളൊരു കത്തി, പിന്നെ തടിയുടെ ഒരു റൗണ്ടിലുള്ള വട്ടത്തിലുള്ളൊരു കട്ട, 1-2 കട്ട അടുക്കി വെച്ച് ഒരു സ്റ്റൂളിലിരുന്ന് അവർ തുടർച്ചയായി ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ആരും വെറുതെ ഇരിക്കുന്നവരില്ല, എല്ലാവരും പണിയിൽ വ്യാപൃതരാണ്. കാരണം മിക്കവരും വീട്ടിൽ കൊണ്ടുപോയി കഴുകാനും മുറിക്കാനും സൗകര്യമില്ലാത്തവരും ആളില്ലാത്തവരും എല്ലാം ഇവിടെ തന്നെ ഇതിൻ്റെ മീൻ നന്നാക്കിയിട്ടാണ് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നോക്കൂ, വലിയൊരു മീൻ നന്നാക്കുന്നു. ബ്രഷ് വെച്ച് ചെതുമ്പൽ കളയുകയാണ് ആദ്യം. പിന്നെ ഇവിടെ ഞാൻ പ്രത്യേകമായി കണ്ട ഒരു കാര്യം, നാട്ടിൽ കാണാത്തത് ഇവിടെ കണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, അവർ തടിപ്പൊടി, അതായത് അറക്കപ്പൊടി കൊണ്ടുവന്ന് വിതറിയും ഇവർ, അതായത് അത് തെന്നിപ്പോകാതിരിക്കാനായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു, അറക്കപ്പൊടി വിതറുന്നുണ്ട്. ഈ മീനിൻ്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് അവർ അറക്കപ്പൊടി വിതറുന്നു. അങ്ങനെയാണ് അവരത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാനായിരിക്കും, ഒരു പിടുത്തം കിട്ടുവാനായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നോക്കൂ, പനിഞ്ഞിലാണ് ഈ എടുത്തിരിക്കുന്നത്. ഈ വലിയ മീനിൻ്റെ അകത്ത് 1-2 മീനിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ പനിഞ്ഞിലാണ്. അത് ഒരു പാത്രം നിറയെ വെച്ചിരിക്കുന്നു. ഇതെല്ലാം മീൻ നന്നാക്കാനിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഇരുന്ന് മീൻ നന്നാക്കുന്നു. അതാണ് അവരുടെ വരുമാന മാർഗം. ഇത് ചെമ്മീൻ നന്നാക്കുന്ന ആൾ. മീൻ നന്നാക്കാൻ അറിയില്ലാത്തവർക്ക് ഇത് നോക്കി പഠിക്കാവുന്നതാണ്, എങ്ങനെയാണ് മീൻ നന്നാക്കുന്നതെന്ന്. നോക്കൂ, ഇതാണ് അറക്കപ്പൊടി കൊണ്ട് വച്ചിരിക്കുന്നത്.
അതിരാവിലെ ആരംഭിക്കുന്ന പണിയാണിത് അവരുടെ. ഉച്ചയോടുകൂടി മാർക്കറ്റ്, ഉച്ചവരെ മാർക്കറ്റ് സജീവമാണ്. അതുവരെ ഈ മീൻ വെട്ടുന്നവർക്കും ജോലി ഉണ്ടായിരിക്കും. കൈ ഒഴിവാവാതെ, എഴുന്നേറ്റ് പോകാതെ അവരവിടെ ഇരുന്ന് തുടർച്ചയായി ഇതേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നോക്കൂ, ഇവിടെ കൊഞ്ച് നന്നാക്കുന്നതാണ് അവർ. ഇത്ര സ്പീഡിലാണ് കൊഞ്ച് നന്നാക്കിയിടുന്നത്. ഇദ്ദേഹവും കൊഞ്ച് നന്നാക്കാനിരിക്കുന്ന ആളാണ്. ഇതും കൊഞ്ച് തന്നെ. കൊടുത്തയാൾ ആരുടെയാണോ, ഈ മത്സ്യത്തിൻ്റെ ഉടമസ്ഥൻ മുൻപിൽ തന്നെ സസൂക്ഷ്മം വീക്ഷിച്ച് നോക്കി നിൽക്കും. നഷ്ടമാകരുതല്ലോ. എത്ര പെട്ടെന്ന്, എത്ര സൂക്ഷ്മമായിട്ട്, എത്ര സ്പീഡിലാണ് അവർ കൊഞ്ചിനെ ക്ലീൻ ചെയ്യുന്നത്. ഇവിടെയും കൊഞ്ച് നന്നാക്കുന്നു, വലിയ മീൻ നന്നാക്കുന്നു. ഇതാണ് വീണ്ടും കൊഞ്ച് നന്നാക്കുന്നതാണിത്. വളരെ നന്നായി അതിൻ്റെ കൊഞ്ചിൻ്റെ അകത്തിരിക്കുന്ന കുടല് പോലും എടുത്ത് മാറ്റിയാണ് ഇവരിവിടെ ഇതിനെ ക്ലീൻ ചെയ്യുന്നത്. നോക്കൂ, അവർ മീൻ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നു. അതിൻ്റെ ഉടമസ്ഥൻ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലേക്കും തെറിക്കും മീനിൻ്റെ രക്തവും അഴുക്ക് വെള്ളവും മറ്റും. അതൊന്നും അവിടെ നോക്കിയിട്ട് കാര്യമില്ല. മീൻ വാങ്ങിക്കാൻ പോയാൽ ഇവിടെ ഞണ്ടിനെയാണ് നന്നാക്കുന്നത്. ഇങ്ങനെയാണ് ഞണ്ടിനെ നന്നാക്കുന്നത്. ഞണ്ടിനെ നന്നാക്കാൻ അറിയാത്തവർക്ക് ഇത് നോക്കിയിരുന്നാൽ ഞണ്ടിനെ എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് മനസ്സിലാക്കാം. റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ ഓരോ ഏരിയകളും അവർ ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളഞ്ഞു. ആവശ്യമുള്ളത് മാത്രം വെച്ച് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ആവശ്യമില്ലാത്തതെല്ലാം ഒടിച്ചു കളഞ്ഞു. കൈകൊണ്ട് തന്നെ നന്നാക്കാവുന്നതേ ഉള്ളൂ. ക്രാബിൻ്റെ കാൽ മൊത്തം അവരെടുത്ത് കളയുന്നില്ല. കാലെല്ലാം എടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ഏരിയ എടുത്തിട്ട് ആവശ്യമില്ലാത്തത് മാത്രം, കാലിൻ്റെ തുമ്പ് മാത്രം മുറിച്ച് കളഞ്ഞിട്ട് കാലെല്ലാം എടുക്കുന്നുണ്ട്. ഉണ്ടോ? നോക്കൂ, കാലിൻ്റെ തുമ്പ് മാത്രം മുറിച്ച് കളഞ്ഞിട്ട് കാലെല്ലാം ചീകി കപ്പക്കോല് ചീന്തുന്നത് പോലെ, തൊലി ചീന്തിക്കളയുന്നത് പോലെ ചീന്തിയെടുക്കുന്നു. ക്രാബിൻ്റെ കാല് ചീന്തിയെടുക്കുന്നു.
ഇതാ ഒരു വലിയ മീനെ അവർ കശാപ്പ് ചെയ്യുന്നതാണിത്. തുടങ്ങിയതേ ഉള്ളൂ. നോക്കൂ, ആവശ്യമില്ലാത്ത ഏരിയ എടുത്ത് പുറത്ത് കളഞ്ഞു. ഇനി തല ശരിയാക്കുകയാണ്. തല മുറിച്ചു. ആദ്യം രണ്ടായി മുറിച്ചു. പിന്നെ തലയുടെ അകത്തിരിക്കുന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത അവശിഷ്ടങ്ങളെടുത്ത് കളയുന്നു. അപ്പുറത്തിരിക്കുന്ന സ്ത്രീ മടിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടാണ് ഇരിക്കുന്നത്. വസ്ത്രത്തിലേക്ക് അധികം ചോരയും വെള്ളവും തെറിക്കാതിരിക്കാൻ അവർ രണ്ടുപേരും പ്ലാസ്റ്റിക് കവർ ഇട്ടാണ് ഇരിക്കുന്നത്. നോക്കൂ, തല നന്നാക്കി വീണ്ടും അതിനെ മുറിച്ചെടുക്കുകയാണ്. 3-4 കഷ്ണങ്ങളാക്കി. ഓണർ, അതിൻ്റെ ഉടമസ്ഥൻ, മീൻ കൊടുത്തയാൾ അതിനോട് ചേർന്ന് മുൻപിൽ അടുത്ത സീറ്റിൽ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. വേറൊരു കസ്റ്റമർ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സമയമില്ലാതെ അവരുടെ അടുത്ത് ഓൾറെഡി കുറേ അധികം ഉള്ളത് കാരണം അവരടുത്ത ആളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം ഇവിടെ അന്വേഷിച്ച് നടക്കുന്നു. അത്രയധികം തിരക്കാണ് അവിടെ നന്നാക്കാനിരിക്കുന്ന എല്ലാവർക്കും. പാത്രത്തിലേക്ക് തലയെടുത്തിട്ടു. 3-4 കഷ്ണങ്ങളാക്കിയ തലയെടുത്ത് പാത്രത്തിലേക്കിട്ടു. അതിൻ്റെ നന്നാക്കൽ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നുണ്ട്. കൈ കഴുകുന്ന വെള്ളത്തിൻ്റെ നിറം കണ്ടാൽ പിന്നെ അതിനകത്ത് കൈ ഇടാൻ തോന്നുകയില്ല. വയറ് മുറിക്കുവാണ്. നോക്കൂ, വയറിൽ നിന്ന് കെട്ടുന്നത് എന്താണെന്ന് നോക്കൂ. അത് മൊത്തം പനിഞ്ഞാണ്. അത്രയധികം പനിഞ്ഞ് ആ മീനിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ഇവരുടെ കൂട്ടിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇനിയാണത് നന്നാക്കാൻ പോകുന്നത്. ചിറക് വെട്ടിക്കളഞ്ഞു. ആവശ്യമുള്ള ഇത് അങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടതാണ് ഒരാമയെ. അടുത്തയാൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒരു ആമയാണ്. നോക്കൂ, ഒരാമയാണിത്. അയാൾ ഇതിൻ്റെ വില പറഞ്ഞത് 800 രൂപയാണ്. ഞാനതിനൊന്ന് തൊട്ട് നോക്കി. നല്ല ഹാർഡാണ് അതിൻ്റെ ആവരണം. ആദ്യമായിട്ടാണ് ഒരു ആമയെ ടച്ച് ചെയ്യുന്നത്. ഞങ്ങൾ വാങ്ങിച്ചില്ല. അതും എൻ്റെ ക്യാമറയിൽ പകർത്തി അവിടെ നിന്ന് പോന്നു. വിൽക്കാനോ അല്ലെങ്കിൽ വിപണനം ചെയ്യാനോ വാങ്ങിക്കാനോ നമ്മുടെ നിയമം അനുവദിക്കാത്ത ഒരു സാധനമാണ് ആമ. വീണ്ടും കച്ചവടക്കാർ ഇരിക്കുന്നു. ഞങ്ങൾ അതിലൂടെ നടക്കുകയാണ്. ഇതെല്ലാം മീനുമായിട്ട് ബന്ധപ്പെട്ട, മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. പലതരം സ്റ്റോളുകൾ ഈ റോഡിൽ നമുക്ക് ഇത് മാർക്കറ്റിൽ ഉൾപ്പെട്ട സ്ഥലമല്ല എങ്കിലും റോഡിലെല്ലാം ആൾക്കാർ മത്സ്യവും അനുബന്ധ സാധനങ്ങൾ നന്നാക്കാനുള്ള കത്തി അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് ആൾക്കാരിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഞായറാഴ്ചകളിൽ ധാരാളം മലയാളികളെ നമുക്കിവിടെ കണ്ടുമുട്ടാവുന്നതാണ്.